नॉर्मल 50 रुपीज है। मैंने को उधर होटल में बोले 500 रुपये बोला है। എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ നമ്മൾ തവാങ്ങിലെത്തിയിട്ട് മുമ്പിലേക്ക് സൈക്കിൾ മൂവോളം പാസ് എടുക്കാൻ വന്നാട്ടാ. 2 സൈഡ് നടക്കണം, കിട്ടിയില്ല. DC ഓഫീസ് മുടക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ നടക്കണ മുടക്കണം. അങ്ങനെ ഇവിടെ ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ ഇന്നലെ ബുമ്മിൽ പോണ ഭാഗത്ത് ഒരു BR1 ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അവിടെ പോയി ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ദീദി വന്നിട്ട് പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു DC ഓഫീസിൽ ഒരാൾ കാലിന് ഒരാൾ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അയാളോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞേ. അങ്ങനെ ആളോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നിട്ട് ഇരിക്കണ സ്ഥലം പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ബുദ്ധ പാർക്കിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരിക. എന്നിട്ട് കണ്ട ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ PWD കോളനി എന്ന് പറയുക തവാങ്ങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നേരെ ബുദ്ധ പാർക്ക്. അവിടെ നിന്ന് ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലം ഉണ്ടാവും. കണ്ട ഇങ്ങനെയാണ് വരുന്ന വഴി. ഇവിടുന്ന് വന്നിട്ട് നേരെ ഇങ്ങോട്ട് കയറുക. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കയറുക. അപ്പോൾ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ റെഡിയാക്കി വരും. അപ്പോൾ പേഴ്സണലായിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും തവാങ്ങിന്ന് വന്നിട്ട് സൈക്കിളിൻ്റെ ആയാലും അല്ലാതെ വേണമെങ്കിലും ഇയാളെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പറൊക്കെ ഇതിൽ കൊടുക്കാം അടിയിൽ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ മതി. ആൾക്കെന്ന് പറഞ്ഞാലേ കാലിന് വയ്യാത്തതാ. അപ്പോൾ ആൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യണത്. ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് DC ഓഫീസിലാണ്. ഇതിലെവിടെ വീട്? ഇത് തന്നെ. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളെ കിട്ടും. ആളിവിടെ ഉണ്ട്. ചെരുപ്പോടെ വീട് ചെറിക്ക്. ഇതാണ് സാറ്. ഹായ് സാർ. सर आपका नंबर बोलो। रजित VM। रजित VM। आपका फोन नंबर क्या? फोन नंबर 7085931642। ഈ നമ്പറിൽ വിളിച്ചാൽ മതി. തവാങ്ങിൽ വന്നിട്ട് മുമ്പിൽ പോകണമെങ്കിൽ പാസ്സൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളോട് പറഞ്ഞാൽ മതി. ആൾ പാസ് സെറ്റാക്കി തരും കേട്ടോ. വിളിച്ച് പറഞ്ഞാൽ മതി ആളോട്. ഞാൻ എനിക്കുള്ള പാസ് റെഡി ആക്കട്ടെ ആദ്യം. नॉर्मल 50 रुपीज है। मैंने को उधर होटल में बोले 500 रुपये बोला है। क्योंकि वो उसको 190 ब्रिगेड ले जाना है। 190 ब्रिगेड में काउंटर साइन करने ले जाना है। फिर सुबह लेने को जाना है। अभी मैं क्या करना है इसके बाद में? वार मेमोरियल ले जाना है। वार मेमोरियल में जाने का? मेमोरियल में गेट में देना है। गेट में जाएगा। कल सुबह कलेक्शन में जाना है। कल सुबह वो लोग साइन करके रखिए तब जाना है आप ऊपर। ओके। होगा ये വാർ മെമ്മോറിയൽ പോയി സൈൻ കറനേക്കാ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആളത് ഫോം ചെയ്ത് തരും. എന്നിട്ട് ഈ ഇതും കൊണ്ടിട്ട് നമ്മൾ വാർ മെമ്മോറിയൽ ഉണ്ട്. कितना दूर है वार मेमोरियल? 1 किलोमीटर। 1 किलोमीटर। उधर गेट में ये देखने के गेट में सबमिट कर देना। हाँ ज़्यादा टाइम लगेगा? नहीं लगेगा। हाँ वार मेमोरियल में आज शाम को देना है। हाँ शाम को वो लोग साइन करके रखेगा। अर्ली मॉर्निंग कलेक्शन में जाना। हाँ ओके। हाँ सो दैट होटल उधर जाने के उधर 1 घंटे में मिल जाएगा? नहीं मिलेगा। आज आप जमा करने का। मैं इसके बाद में उधर जाएगा जमा करना है। जमा मतलब आज आपको ये जमा देना है पास को। कल सुबह मॉर्निंग को आपको मिलेगा। फिर कलेक्शन में जाना है। कितना बजे के मिल जाएगा? 6:30 को। 6:30 को मैं उधर जाएगा। हाँ ओके। അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊടുത്തിട്ട് നാളെ കാലത്ത് 6:30 അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കാലത്ത് അവിടേക്ക് വാർ മെമ്മോറിയൽ പോയിട്ട് ഇത് ये मैं उधर जाएगा ये पूरा फाइल आपको लेके जाना है। ये फिल करने के बाद में आप मैंने के दे दिया? ഓക്കെ. ഇത് ആളിത് പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി സാധനങ്ങൾ നമുക്ക് തരും. അത് കൊണ്ടിട്ട് അങ്ങോട്ട് പോകണം നാളെ കാലത്ത് 6:30. അപ്പോൾ അതൊരു ചടങ്ങുണ്ട്. അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സൈക്കിൾ എടുത്തിട്ട് ഇങ്ങോട്ട് വരണം. കുറച്ച് പണിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ID പ്രൂഫ്, ILPയുടെ കോപ്പി, ഇത് രണ്ടും കൊണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയിട്ട്. അപ്പോൾ ആൾ കാര്യങ്ങൾ സെറ്റാക്കി തരും. അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിട്ട് ഇതാണ് സാധനം. ഇത് കൊണ്ടിട്ട് നേരെ ഇനി വാർ മെമ്മോറിയൽ പോകണം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം ID കാർഡും മറ്റേ ILPയും കൂടി വെച്ചിട്ട് സ്റ്റാപ്പ് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി സ്റ്റാപ്പ് ചെയ്തിട്ട് കൊടുത്താൽ അവിടെ ഗേറ്റിൽ കൊണ്ടു കൊടുത്താൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ റെഡി ആക്കിയിരുന്നു പറഞ്ഞത്. ഇന്ന് തന്നെ ചെയ്തോന്ന് പറഞ്ഞേ. അപ്പോൾ അത് സെറ്റാവും. അങ്ങനെ നമുക്ക് സംഭവം കിട്ടിയിട്ടാ. ഇതാണ് സാധനം. ഇനി ഇത് കൊണ്ടിട്ട് നേരെ മറ്റേ എവിടേക്ക് പോകണ്ടേ? വാർ മെമ്മോറിയൽ പോകണം. അവിടെ നിന്ന് മിലിറ്ററിക്കാർ നമ്മളെ നോക്കിയിട്ട് സൈൻ ചെയ്ത് തരും. കണ്ടില്ല? ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഗവൺമെൻറ് ഉപ്പർ പ്രൈമറി സ്കൂള്. ഇതിൻ്റെ അവിടെ ഒരു കവാടമുണ്ട്. പിന്നെ അവിടെ വന്നിട്ട് ഹോട്ടൽ മൂൺ കാണാനില്ല. ഹോട്ടൽ മൂന്ന് മാത്രം കാണാനില്ല. പിന്നെ എന്നിട്ട് കിമോഞ്ചോങ് അങ്ങനെ എന്താണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആളുടെ വീട്. അല്ല ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്പറിൽ വിളിച്ചാൽ മതി. ആളിപ്പോൾ ലീവായിരുന്നു വീട്ടിലുള്ള. അല്ലാതെ നേരെ DC ഓഫീസിലേക്ക് പോയാൽ മതി തവാങ്ങിൽ. അപ്പോൾ ആളുണ്ടാവും. ആളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ അവിടെ പോയി കഴിഞ്ഞാൽ 50 രൂപയുള്ള മക്കളെ. മറ്റവിടത്തെ പോയി കഴിഞ്ഞാൽ ഞാനൊരു സ്ഥലത്തേക്ക് വിളിച്ചപ്പോൾ അവർ 250 രൂപ പറഞ്ഞു. ഞാൻ പോയി ഹോട്ടലിൽ പോയപ്പോൾ അവർ
500 പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറ്റിക്കാടാ. DC ഓഫീസിൽ ഡയറക്റ്റ് പോയി ഞങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഫ്രീ ആയിട്ട് സംഭവം കിട്ടും. ഫ്രീ ആയിട്ടില്ല, 50 രൂപ കൊടുത്താൽ കിട്ടും. എനിക്കതിൽ ഫ്രീ ആയിട്ട് തന്നു, ഞാൻ കേരളത്തിൽ നിന്ന് വന്നല്ലേ പറഞ്ഞിട്ട്. അങ്ങനെ ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതുമ്മേ ഇവർ നമ്പർ ചെയ്ത് ടോക്കൺ നമ്പർ ചെയ്തിരിക്കുന്നു. ഈ സാധനം നമുക്ക് തരികയെന്ന് പറഞ്ഞു, രണ്ടാമത്തെ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതില്ലേ ഇതാ നമുക്ക് തരിക. പക്ഷേ ഇതിലവർ നമ്പർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ട് പിറ്റേ ദിവസം നാളെ കാലത്ത് 6:30 ആകുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ പറഞ്ഞത് ഇന്ന് തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനെ സൈക്കിളുമ്പോൾ വന്നിട്ട് നേരം മെഴുകുന്നത് കാരണമാണ്. അപ്പോൾ അവരെ നമ്പർ എഴുതി കഴിഞ്ഞാൽ നമ്പറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ടോക്കൺ നമ്പർ അങ്ങനെ ആയിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാൻ ആളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു മുകളിൽ ബുദ്ധ പാർക്കിൽ ഫുഡുണ്ട്, പോയി കഴിച്ചിട്ട് ഇവിടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ശരി, ബുദ്ധ പാർക്കിൽ പോട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ബുദ്ധ പാർക്കിലേക്ക് എത്തിയിട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് വരുന്നവർക്ക് ഏറ്റവും നല്ല പരിപാടിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. കാലത്ത് 8 മണിക്കാണ്ട് തൊട്ടിട്ട് ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ ലഞ്ചുണ്ട്, ഡിന്നറുണ്ടോ എനിക്കറിയില്ല. അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നാൽ മതി. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. എന്നും ബുദ്ധ പാർക്കിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുക, എന്നാ പരിപാടി. നമ്മൾ ഇവിടെ നിന്നൊക്കെ നമ്മളെ കാര്യങ്ങൾ അറിയാമല്ലോ, നമുക്ക് കാര്യങ്ങൾ നടക്കണമെന്ന് വേറെ പാകില്ല. ഇതൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ ഭക്ഷണമൊക്കെ കണ്ടവരൊക്കെ ഇവിടെ വരിക, കഴിക്കാൻ പോവുക. കിളച്ച് പട്ടിയെ തുടങ്ങി. ബുദ്ധ പാർക്കിൽ നമ്മളേ ഇന്നത്തെ ഫുഡ് കാണിച്ചിരുന്നു. ഇത് വേറെ എന്തോ ഒരു സ്പെഷ്യൽ സാധനമാണെന്ന് പറഞ്ഞത്. ഉണ്ടോ നോക്കി, പായസം പോലത്തെ യാതൊരു സാധനം. ഞാനൊന്നും നോക്കില്ല, ഒരു 3 ഗ്ലാസ് പഠിച്ചു. എന്നിട്ടിപ്പോൾ നോക്കാനുള്ളതല്ലേ. ഞാനത് പഠിച്ചു. ഇവിടെ നമ്മുടെ ചായ ഉണ്ട്, എനിക്ക് ഉണക്കമുന്തിരി ഉണ്ട്, ഒക്കെ ഉണ്ട്. സെറ്റാണ് കാര്യങ്ങൾ, എനിക്ക് ഫുള്ള് സെറ്റാണ്. കിടപ്പും പരിപാടിയാണ്. ഇനി ഇവിടുന്ന് നേരെ മറ്റേ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ ചായ കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലൗസ് എടുത്തില്ലേ, ഗ്ലൗസ് എടുക്കട്ടെ, മറന്നു. ഇവിടെ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ട്. ഇതാണ് വാർ മെമ്മോറിയൽ തവാങ്ങിലത്തെ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആ സ്ലിപ്പ് കൊടുക്കണ്ടേ. അത് കൊടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ID പ്രൂഫിൻ്റെ അയൽപ്പേര് ഒരു കോപ്പി സെപ്പറേറ്റ് ഇവിടേക്കും കൊണ്ടുവരണം, അവിടേക്കും കൊടുക്കണം. ഞാനത് കൊടുന്നില്ല. കണ്ടമാനം ഇറങ്ങി വന്നിട്ട് വീണ്ടും കയറി ഇനി വീണ്ടും അങ്ങോട്ട് നിന്ന് വീണ്ടും പോകണം. നല്ല ചടങ്ങ് പരിപാടി. അപ്പോൾ എല്ലാവരും നോക്കിക്കോ. മെമ്മോറിയലിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ എന്തായാലും ഇവിടെ വന്നല്ലേ. ഇവിടെ വൈകുന്നേരം 4:30 തൊട്ടിട്ട് 5:30 വരെ കണ്ടെന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത് തന്നെ. ഹോമോ വയ്യാണ്ടായി, കതച്ചു. പഞ്ചാബ് 9, രാജ്പുട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഗോർഖ റൈഫിൾസ്. അമ്മോ എന്ത് കഥകളാണ്. ഒക്കെ അതിനുള്ളിൽ വന്നില്ല കേട്ടോ. എന്താ പറയുക, തൊപ്പിക്കാണല്ലേ. മെസ്റ്റിന് ഹെൽമെറ്റ്, മഗ്, ഇന്ത്യൻ ആർമി, ചൈന, അവരുടെ എന്തോ സാധനം കേട്ടോ, നമുക്കറിയുന്നില്ല. ഇവരുടെ കഥയും കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ അറിയില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചോ. നമുക്കറിയാത്ത കാരണമാണ്, വെറുതെ അറിയാത്ത പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. ചൈന, ഭൂട്ടാൻ, ഇന്ത്യ.
തവാങ് വാർ മെമ്മോറിയൽ വിസിറ്റേഴ്സ് ബുക്ക് അച്ചീവ്. അങ്ങനെയാണ് പരിപാടി. ഇത് കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് വാർ മെമ്മോറിയലിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾ അറിയണവരൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുക. നമ്മൾ കഥയൊക്കെ അറിഞ്ഞു പിടിച്ച് പറഞ്ഞു തരുമ്പോൾ സമയമാവും. എന്തായാലും നമ്മൾ പാസ് എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം അറിയണത്. എനിക്ക് അറിയില്ല ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിലൊന്നും. അപ്പോൾ ഇതാണ് കാണാനുള്ള കാഴ്ചകൾ. ഇതാണ് ഇതിൻ്റെ അവിടെ കാണുന്നുണ്ട് ആ മോഡലിൽ. അതാണ് മൊണാസ്ട്രി ഇവിടുത്തെ. അതിൻ്റെ റൈറ്റ് സൈഡിൽ അറ്റത്തായിട്ട് മറ്റേ ബുദ്ധ പാർക്കും ഉണ്ട്. അതൊക്കെ അറിയാം. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ ശരി, ഞാൻ പോകാൻ നോക്കട്ടെ കേട്ടോ. അയ്യോ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തെ പരിപാടി കാണാൻ വന്നതാ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ തീരെ ആക്റ്റീവ് ഒന്നല്ല, ഒരു ഷാറില്ലേ കാണുമ്പോൾ. ഒരു അയമ്പാടിയിട്ട് ഇവരെ കൊട്ട കണ്ടിട്ട് ഒന്നും ഒരു സ്ട്രോങ് ആവണില്ല. കാരണം കാണുമ്പോൾ ഒരു ഇത് വരുന്നില്ല. ക്ഷമയുള്ളവർക്ക് പറ്റിയ പരിപാടി കേട്ടോ. ഉറക്കമത്ത് വീട്ടിലല്ലത്, ഉറക്കമത്ത് വീട്ടില. എന്തൊരു വീഡിയോ എടുക്കണേ ചേട്ടേ. സ്പീക്കറൊന്നും ഉപയോഗിക്കില്ല വീട്ടില് ഒരു പരിപാടി. ഏയ് അന്റെ ബാക്കിലുണ്ട് അമ്മമാരൊക്കെ കണ്ടു. നമ്മൾ ഇന്നും റൂമിലെത്തി വീണ്ടും ഫുഡ് അടിയാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് ഷെഫുമാരെ ഇറക്കിയിട്ടാണ്. മെയിൻ ഷെഫ് മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് വരുന്നുണ്ട്. വേറെ ആൾ ഇവിടെ ചൂടാ. നിങ്ങൾ ചിക്കൻ മുട്ട് പിടിച്ചു. ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കരുന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഉണക്കമീൻ ഫുള്ള് മണ. പുറത്തേക്കൊക്കെ ആകെ മണാവും പോകും. പിടിച്ചു നന്നായി ഇല്ല കളി. ഇതാക്കി കൊടുക്ക്, വെതറിട്ട് കൊടുക്ക്. വെളിച്ചെണ്ണ കുറച്ച് കൂടി നോട്ടില്ലേ? പുളിപ്പുളി ചെയ്യാ മരിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആയിക്കൊള്ളുന്നല്ലേ? ഉണക്കമീൻ മണക്കടിച്ചിട്ട് എത്ര കാലം അറിയൂ. ഏയ് നമുക്ക് മീൻ കിട്ടാഞ്ഞാലും ഉണക്കമീൻ നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ മണം വരും. ഇങ്ങനെ റൂം മൊത്തം മണായി. ഉണക്കമീൻ്റെ മണം ആയി സെറ്റ്. ഉണക്കമീൻ കിട്ടുന്നുള്ള അല്ല ഉണക്കമീൻ പെട്ടെന്ന് കേടാവും ചെയ്യില്ലല്ലോ. ഇനിയിപ്പോ കുറച്ച് വാങ്ങിച്ചിട്ടൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ ഏയ് അപ്പൊ ശരിട്ടോ. നിങ്ങള് മീനൊക്കെ ഉണ്ടാക്കിട്ട് കഴിക്കുമ്പോ ചിലപ്പോ വരാലോ. ചിലപ്പോ